മോദി തൃശ്ശൂർ വന്ന വലിയൊരു മഹിളാ സമ്മേളനം ഉണ്ടായിരുന്നല്ലോ. അന്ന് റിപ്പോർട്ട് ചെയ്യാനുണ്ട് ആ സമ്മേളനം. അന്ന് സുരേഷ് ഗോപിയുടെ പേര് പറയുമ്പോൾ കൈയടിയുണ്ട്. പക്ഷേ അവിടെ ശോഭാ സുരേന്ദ്രൻ്റെ പേര് മോദിയുടെ വായിന്ന് വരുമ്പോൾ അവിടെ ഇളകി മറിയുകയാണ്. കാരണം അത്രത്തോളം അടിത്തറയുണ്ട് ഈ വനിതകൾക്കിടയിൽ. പ്രത്യേകിച്ചും അന്ന് നമുക്കൊരു സൗണ്ട് വരുമ്പോൾ അറിയില്ല, ഒരു ക്രൗഡ്. ഇപ്പോൾ വിജയുടെ പേരൊക്കെ പറയുമ്പോൾ എങ്ങനെ അങ്ങനെ ഒരു സാറ് മറ്റേ നമ്മുടെ റീലുകളിൽ കിടന്ന് കാരണം അത് BJP ഈ ഒരു ഇപ്പോൾ ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക ടെറൈനിലോ ജില്ലയിലോ മാത്രം ഫാൻ ബേസ് ഉണ്ടോ? ഇവരങ്ങനെയല്ല. എവിടെ പോയി കാലഘട്ടം വരെ തൃശ്ശൂരിന് വടക്കോട്ടുള്ള ഒട്ടുമിക്ക ജില്ലകളിലും മത്സരിച്ചു. അതിനുശേഷം തെക്കോട്ട് മത്സരിച്ചു. ഇപ്പോൾ കഴക്കൂട്ടത്തും അവരെ മത്സരിപ്പിക്കാം. അതെ, നിയമം കാസർഗോഡ് മത്സരിപ്പിക്കാം. അതെ അതെ. സ്വാഭാവികമായിട്ട് ഈ സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിലനിൽക്കുന്ന ആളുകൾ അവരുടെ പ്രസംഗങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് അവർ സാമുദായിക ഐക്യമില്ലാത്ത രീതിയിൽ, വലിയ രീതിയിൽ വർഗീയ ഉദ്ദേശം വളർത്തുന്ന രീതിയിൽ പ്രസംഗം, അങ്ങനെയാണ് നമ്മൾ കുറേ ആൾക്കാരെ കണ്ടിട്ട്. അതിലും ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു എന്താണ് നേർമയുള്ളയാൾ, അല്ലെങ്കിൽ അതിനൊരു താഴ്ത്തി പറയുന്നയാൾ എന്ന രീതിയിൽ തമ്മിൽ അങ്ങനൊരു ചർച്ച കൂടി ശോഭയുടെ അതേ സമയത്ത് തന്നെ ഇപ്പോൾ തന്തയ്ക്ക് പിറക്കണം എന്നൊക്കെയുള്ള വാക്കുകൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്ന ഒരു നേതാവാണ്. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതേ ഇപ്പോൾ ഓർമ്മയില്ലേ, കോടിയേരി മരിച്ച സമയത്ത് സനാതന ധർമ്മത്തെ പൂജിച്ച ആളാണ് കോടിയേരി, അതുകൊണ്ട് അദ്ദേഹം വേദന അനുഭവിച്ച് മരിച്ചു എന്നൊക്കെ പറയുന്ന പോലത്തെ പരാമർശങ്ങൾ നമുക്ക് യോജിക്കാൻ പറ്റാത്ത ധാരാളം കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ BJPയുടെ പരമ്പരാഗത കൺസർവേറ്റീവ് എന്ന് നമ്മളൊക്കെ കരുതുന്ന ഒരു വിഭാഗം ഒരു വോട്ട് ബാങ്കിനെ ആകർഷിക്കാൻ ഉള്ള എല്ലാ തരത്തിലുള്ള ഘടകങ്ങളും അവരുടെ പ്രസംഗത്തിലും ശൈലിയിലും രാഷ്ട്രീയത്തിലും ഒക്കെയുണ്ട്.